ഹലോ, നമസ്കാരം. ഇന്ന് വളരെ മനോഹരമായ ഒരു പുസ്തകം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി ആളുകൾ ചോദിച്ചതാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കണമെന്ന്. കാരണം നാം എല്ലാവരും ആഗ്രഹിക്കുന്നു, ഒപ്പം വേണ്ടതുമായ കാര്യമാണ്. നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോ കാണുന്ന ആളാണോ? നിങ്ങൾ മോട്ടിവേഷൻ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണോ? നിങ്ങൾ മോട്ടിവേഷൻ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണോ? ഇതിന്റെ പിന്നിലെല്ലാമുള്ള ഒരു മിത്തിനെ ഏഹ്, പൊളിക്കുന്ന ഒരു ബുക്കാണ് ദ മോട്ടിവേഷൻ മിത്ത് എന്ന് പറയുന്ന ബുക്ക്. ആ പുസ്തകം ജെഫ് ഹേർഡനാണ് ആ പുസ്തകം എഴുതിയത്. അതിനകത്ത് പറയുന്നത് ഹൗ ഹൈ അച്ചീവേഴ്സ് റിയലി സെറ്റ് ദംസെൽസ് അപ് ടു വിൻ. എങ്ങനെയാണ് വിജയിച്ച ആളുകൾ, വളരെയധികം വിജയിച്ച ആളുകൾ, ഹൈ അച്ചീവേഴ്സ് ആളുകൾ സ്വന്തമായി വിജയം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തി എന്നാണ് പുസ്തകത്തിന്റെ സബ് ടൈറ്റിൽ. മോട്ടിവേഷൻ മിത്ത്. പല ആളുകളും അല്ലെങ്കിൽ ഒട്ടനവധി ആളുകൾ മോട്ടിവേഷൻ വീഡിയോ കാണുന്നവരുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. എനിക്കൊരു മോട്ടിവേഷൻ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. മോട്ടിവേഷന് വേണ്ടി വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക, പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക, ട്രെയിനിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാൽ ജെഫ് ഹേഡൻ പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മിത്താണ്. മോട്ടിവേഷൻ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. ഒരാൾ മോട്ടിവേറ്റ് ചെയ്ത്, ഒരു സാറോ അതല്ലെങ്കിൽ ഗൈഡോ കോച്ചോ പുസ്തകമോ മോട്ടിവേഷൻ വീഡിയോ മോട്ടിവേറ്റ് ചെയ്ത് ഈ ലോകത്തിൽ ആരും വിജയിച്ചിട്ടില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് മൊമെന്റസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു നിമിഷം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. വിജയം എന്ന് പറയുന്നത് അതൊരു പ്രോസസ് ആണെന്നുള്ളതാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ മോട്ടിവേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? എന്നെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്താൽ വിജയിക്കാം, അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് വിജയിക്കാം, അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ജയിക്കാം, അങ്ങനെയുള്ളവർ ഒരിക്കലും വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് കുറെ പുസ്തകങ്ങൾ വായിച്ച് വീഡിയോ കണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അതിനുശേഷം മോട്ടിവേഷൻ ഉണ്ടായിട്ട് വിജയിക്കാം, അതും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഏകദേശം 9 ചാപ്റ്ററുകളാണ് ഉള്ളത്. അതിനകത്ത് ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെല്ലാം പറയുന്നത് കാര്യം ഇതാണ്: മോട്ടിവേഷൻ കൊണ്ട് വിജയിക്കാൻ സാധിക്കുമോ? പിന്നീട് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശേഷം അത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി, എന്നാൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? മോട്ടിവേഷൻ വീഡിയോ കൊണ്ട് ജയിക്കാൻ സാധിക്കും, പക്ഷെ എന്താണ് വിജയിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ പുസ്തകം ഒട്ടനവധി ആളുകളെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ഒട്ടനവധി മോട്ടിവേഷൻ ബിസിനസ് കോച്ചുകളെ, മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അലട്ടുന്ന ഒരു പുസ്തകമാണ്. ഒട്ടനവധി ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവർ പറയുകയാണ്, വരൂ വരൂ, കടന്നു വരൂ, ഈ ഫോർമുല അപ്ലൈ ചെയ്യൂ, ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റാം, 24 കൊണ്ട് ജീവിതം മാറ്റാം, വിജയം ഉണ്ടാകും. വിജയിക്കാൻ സാധിക്കുമോ? കുറേ അധികം ലുടുക്ക് വിദ്യകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള വിദ്യകൾ ഉപയോഗിച്ചിട്ട് ആളുകളെ പറ്റിക്കും. കടന്നു വരൂ, ഈ ജാർ ഉപയോഗിക്കൂ, ആ ഫോമുല ഉപയോഗിക്കൂ, ഈ അഫർമേഷൻ പറയൂ, ഈ സെൽഫ് ടോക്ക് നടത്തൂ, വിജയിക്കാം. സാധിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം. 100% വാസ്തവം അത് തന്നെയാണ്. സാധിക്കില്ല എന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പറയാനുള്ള കാരണം ഇതാണ്: ഇറ്റ്സ് വെരി ഈസിയാണ്, അതുകൊണ്ട് ആൾക്കാർക്ക് ചെയ്യാൻ തോന്നും. 24 മണിക്കൂർ വിജയിക്കാം, ശരി. 24 മണിക്കൂർ ഇംഗ്ലീഷ് സംസാരിക്കാം, ശരി. 24 മണിക്കൂർ കൊണ്ട് പണം ഉണ്ടാക്കാം, ശരി. 7 സ്റ്റെപ്പ് കൊണ്ട് വിജയിക്കാം. ഞാനും എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ തംബ്നെയിൽ 7 സ്റ്റെപ്പുകൾ വിജയിക്കാം. ഇന്ന് ജീവിതത്തിൽ മാറ്റം വരുത്താമെന്ന് പറയും, പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്ന എന്താണ്, പറഞ്ഞേക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈസി അല്ല എന്നത്. എപ്പോഴും ഹൈ ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഹൈ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിഫിക്കൽട്ടാണ്, അത് അത്ര എളുപ്പമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു മനസ്സിലാക്കൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ 5-6 കാര്യങ്ങളൊന്ന് പറയാം പുസ്തകത്തിലുള്ള കാര്യങ്ങൾ. ആദ്യം മനസ്സിലാക്കേണ്ടത്, മോട്ടിവേഷൻ കൊണ്ട് വിജയിക്കാൻ പറ്റില്ല. മോട്ടിവേഷൻ വന്നിട്ടേ ഞാൻ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മോട്ടിവേഷൻ വരികയില്ല. വിജയം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എല്ലാ വിജയിച്ച ആളുകളും ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ജെഫ് ഹേഡനും പറയുന്നത് അത് തന്നെയാണ്. ഹൗ ഹൈ അച്ചീവേഴ്സ് റിയലി സെറ്റ് ദംസെൽസ് അപ് ടു വിൻ. വിജയിക്കാൻ അവരൊരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിനെ കൊണ്ടാണ് ഈ പുസ്തകങ്ങളല്ല, ഞാൻ ഈ വീഡിയോയും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാം മോട്ടിവേഷനേക്കാൾ അപ്പുറമായിട്ട് പ്രോസസ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം, ഈ പ്രോസസ്സ് സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ. ഹാബിറ്റ് ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു വിജയം നേടാനായിട്ടുള്ള ഹാബിറ്റുകളാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ട് ആരെങ്കിലും വിജയിക്കുമോ? മോട്ടിവേഷൻ സ്പീച്ച് കേട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ മോട്ടിവേഷൻ തീരും. മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ മോട്ടിവേഷൻ തീരും. ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ അന്ന് തന്നെ മേ ബി 1 ദിവസം 2 ദിവസം മോട്ടിവേഷൻ തീരും. തീരുമാനമെടുത്തു, ന്യൂ ഇയർ ആയി തീരുമാനമെടുത്തു, എൻ്റെ ബർത്ത്ഡേ ആയി തീരുമാനമെടുത്തു, പക്ഷേ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ അതെല്ലാം മൊമെന്റസ് ആയിട്ടുള്ള കാര്യമാണ്. മോട്ടിവേഷൻ ഈസ് ഓൾവേസ് മൊമെന്റസ്. എക്സ്റ്റേണൽ മോട്ടിവേഷനാണ് പറയുന്നത്.
പുറത്തു നിന്ന് നൽകുന്ന മോട്ടിവേഷൻ, ഈ പുസ്തകങ്ങളും ഈ പറയുന്ന കാര്യങ്ങളുമെല്ലാം. പക്ഷെ പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത്. പ്രോസസ്സ് ഫോളോ ചെയ്താൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ വിജയിച്ച ആളുകൾ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, സെറ്റ് എ ഗോൾ ആൻഡ് ഫോർഗെറ്റ് ഇറ്റ്. ഒരു ലക്ഷ്യം വെച്ചു, പിന്നെ ആ ലക്ഷ്യത്തെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഈ പറയുന്ന പ്രോസസ്സിന്റെ പ്രാധാന്യം. ഒരാൾ കിളിമഞ്ചാരോ മൗണ്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും, മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മാരത്തോൺ വിൻ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു നോബൽ പ്രൈസോ ഓസ്കാറോ ഏതെങ്കിലും ആട്ടെ, സിവിൽ സർവീസ് എക്സാമിനേഷനോ പൊളിറ്റീഷ്യൻ ആകുന്നതോ, ഏതെങ്കിലും ലക്ഷ്യം വെച്ചു, പിന്നെ ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ലക്ഷ്യം നേടാനായിട്ട് ഒരു പ്രോസസ് ഉണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, ഒരു റൂട്ടീൻ ഉണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്. അതിലാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പലരും അറിയാതെ പോകുന്ന കാര്യമാണ്. ലക്ഷ്യം വേണം, അഫർമേഷൻ വേണം, എല്ലാ ദിവസവും എഴുതണം, വിഷ്വലൈസ് ചെയ്യണം, പോസിറ്റീവ് ടോക്ക് ചെയ്യണം. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ആളുകൾ യഥാർത്ഥത്തിലുള്ള കോറ് മറന്നുകൊണ്ട് അവിടെ ഫോക്കസ് ചെയ്യുകയാണ്. ഞാൻ പല ദിവസവും പല ആളുകളെയും കാണാറുണ്ട്, വെറുതെ ആളുകളെ പറ്റിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ, നിങ്ങൾ ഇങ്ങനെ എഴുതൂ, നിങ്ങൾ ഇങ്ങനെ അത് ചെയ്യൂ, ഈ വീഡിയോ കേൾക്കൂ, ഈ മ്യൂസിക് കേൾക്കൂ, എല്ലാ ദിവസവും രാവിലെ എഴുതാക്കും ഇത് ചെയ്യൂ. എന്തിനാണ് മക്കളെ? അതൊരിക്കലും സാധിക്കില്ലാത്ത കാര്യമാണ്. പക്ഷെ ഈ പ്രോസസ്സിന്റെ കൂടെ ഇതെല്ലാം ഉണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ കൂടെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നേടുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന മിത്ത് കേട്ട അതിന്റെ സയൻസ് മനസ്സിലാക്കാതെ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നാം നിരാശരാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ത് എളുപ്പമായി, ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ എല്ലാവർക്കും വിജയിക്കില്ലേ? ഓരോ ട്രെയിനിങ് പ്രോഗ്രാമിന് എത്രയോ ആളുകളാണ് വരുന്നത്. ഈ വീഡിയോകളൊക്കെ എത്രയോ ലക്ഷം ആയിരക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. അവർ വിജയിച്ച് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വിജയിക്കുന്നതിനൊന്നും ഇതൊന്നും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തോന്നിപ്പോവുകയാണ്. നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, പക്ഷെ ഒരു വിധത്തിൽ സത്യം അതാണ്. ഹൈ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ ഒരു ദിവസം മേ ബി ഒരു വീഡിയോ കാണുമായിരിക്കും, ഒരെണ്ണം കാണുമായിരിക്കും, ലേൺ ചെയ്യാൻ വേണ്ടി, മോട്ടിവേഷന് വേണ്ടിയല്ല. യു ക്യാൻ വിൻ, ദിസ് വിൽ ബി ഹാപ്പൻ, ഇമാജിൻ, വിഷ്വലൈസ്, ഇങ്ങനെ പറഞ്ഞ പവർ കഴിച്ച് ബഹളം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ആരും കാണാൻ സാധ്യതയില്ല. വിജയിക്കുന്നവർ അവർ കാണുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള, ഈ പ്രോസസ്സ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഹൈലി സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ 10x ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നത്. അല്ലാതെ വെറുതെ പറയുന്ന പ്രസംഗങ്ങൾ, ഒച്ച ഉണ്ടാക്കുന്ന, ബഹളം ഉണ്ടാക്കുന്ന, ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന, പുക സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഹൈ സക്സസ്ഫുൾ ആളുകൾ കാണുന്നില്ല. അവർ ഗോൾ സെറ്റ് ചെയ്യുന്നു, പിന്നെ ആ ഗോളിനെ മറക്കുന്നു, പിന്നെ ആ പ്രോസസ്സിലാണ് ഡെയിലി അവർ സന്തോഷം കൊണ്ടുവരുന്നത്. അപ്പോൾ മൂന്നാമതായി പറയുന്നത് സീരിയൽ അച്ചീവർ എന്ന് പറയും. സീരിയൽ അച്ചീവർ ശരിക്കും എങ്ങനെയാണ് മോട്ടിവേഷൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മോട്ടിവേഷൻ നിലനിർത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്. ഈ അച്ചീവേഴ്സ് ആളുകൾ സീരിയൽ അച്ചീവേഴ്സ് ആണ്. എന്താണ് സീരിയൽ അച്ചീവേഴ്സ്? എപ്പോഴും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഈ അച്ചീവ്മെന്റ് ആണ് ഹാപ്പിനെസ് നൽകുന്നതെന്ന് പറയും. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ കണ്ടു സാറേ, മോട്ടിവേഷൻ ഉണ്ടായി, നിലനിർത്താൻ സാധിക്കുന്നില്ല. പുസ്തകം വായിച്ചു, മോട്ടിവേഷൻ ഉണ്ടായി, നിലനിർത്താൻ സാധിക്കുന്നില്ല. ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു, ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു, മോട്ടിവേഷൻ ഉണ്ടായി, എല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ചു, ഇനി എല്ലാം സെറ്റപ്പ് ആക്കാം, ഇനി വലിയ വിജയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, സാറേ നടക്കുന്നില്ല, ഞാൻ പുറത്തിറങ്ങി ബലൂൺ അയച്ചു വിട്ടതുപോലെ കാറ്റ് അയച്ചിട്ട് അത് ശൂന്യമായി പോയി. അവിടെയാണ് സീരിയൽ അച്ചീവർ എന്ന് പറയുന്ന ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലക്ഷ്യം കണ്ടു, ഇതാണ് ലക്ഷ്യം, സെറ്റ് മൈ ഗോൾ, എൻ്റെ ഗോൾ സെറ്റ് ചെയ്തു, ഇനി ആ ഗോളിലേക്ക് എത്താനായി ഞാൻ ഡെയിലി ചെയ്യേണ്ടത് ഇതാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഡെയിലി ചെറുതായി അച്ചീവ് ചെയ്യുമ്പോഴും ഞാൻ ഹാപ്പിനെസ് എനിക്ക് കൂടുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കാം. ഒരു അത്ലറ്റ് അത്ലറ്റിക്സിൽ പ്രൈസ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിനെന്ത് ചെയ്യണം? ദിവസവും 20 കിലോമീറ്റർ ഓടണമായിരിക്കുമോ, ഇത്ര എക്സസൈസ് ചെയ്യണമായിരിക്കുമോ, ഇത്ര പുഷപ്പ് എടുക്കണമായിരിക്കുമോ, ഇത്ര സമയം ജിമ്മിൽ ചെലവഴിക്കണമായിരിക്കും, ഇത്ര ഫുഡ് കഴിക്കണമായിരിക്കുമോ? ഈ ഓരോ കാര്യവും ചെയ്യുമ്പോൾ അദ്ദേഹം മോട്ടിവേറ്റഡ് ആകുകയാണ്, ആ വ്യക്തി മോട്ടിവേറ്റഡ് ആകുകയാണ്. മോട്ടിവേഷൻ അങ്ങനെയാണ്, ചെയ്യുമ്പോഴാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. ആ മോട്ടിവേഷൻ കൊണ്ട് അടുത്തത് ചെയ്യുന്നു, ആ മോട്ടിവേഷൻ കൊണ്ട് അടുത്ത് ചെയ്യുന്നു. ഈ പൊളിറ്റീഷ്യൻസ്, ഓൺട്രപ്രണേഴ്സ്, അത്ലറ്റ്സ് ഇവരെല്ലാം അങ്ങനെയാണ്. ചെറിയ കാര്യം ചെയ്യുന്നു, അത് വിജയിക്കുന്നു, അതിലെ മോട്ടിവേഷൻ അടുത്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ചെറിയ വിജയങ്ങൾ സന്തോഷമുണ്ടാക്കുന്നു, ചെറിയ വിജയങ്ങളിൽ നിന്ന് വലിയ വിജയങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ സീരിയൽ അച്ചീവറായി മാറുകയാണ്, അങ്ങനെ സീരിയൽ ഹാപ്പിനെസ് ആയി മാറുകയാണ്. ഈ മോട്ടിവേഷന്റെ അല്ലെങ്കിൽ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു
പ്രശ്നമായി ഞാൻ കാണാറുള്ളത് ഈ പുസ്തകത്തിലൊക്കെ പറയുന്നത്, ജെഫ് ഹേഡൻ പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പുസ്തകം എഴുതാൻ ഡെസ്ക്ടോപ്പിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ടേബിളിന് മുമ്പിൽ വന്നിരുന്ന് ആദ്യത്തെ പേജ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 10 പേര് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഫോൺ എടുത്ത് ഒരാളെ റിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ എക്സസൈസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു, പക്ഷെ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ് വായിക്കണമെന്ന് തീരുമാനിച്ചു, പക്ഷെ അലാം അടിച്ചപ്പോൾ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ സാധിച്ചാൽ 90% കഴിഞ്ഞു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഇനിഷ്യൽ മൊമെന്റം അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ നമുക്ക് ജഡത്വത്തെ മറികടക്കാൻ സാധിച്ചാൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ വിജയിച്ച്, അതിലൂടെ സന്തോഷം കണ്ടെത്തി, അതിലൂടെ മോട്ടിവേഷൻ ഉണ്ടായി, അതിൽ നിന്നാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എപ്പോഴും സ്റ്റാർട്ടപ്പിനൊക്കെ കൺസൾട്ടേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന് കൺസൾട്ടേഷൻ കൊടുക്കുമ്പോൾ പറയാറുണ്ട്, പണം വേണം പണം വേണം പണം വേണം എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഞാൻ പറയും, മേക്ക് മണി ഫ്രം നോ മണി. ഒന്നുമില്ലായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ ഇല്ലാത്തതിന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കാണിക്കുക. അത് നിങ്ങൾക്ക് തരുന്ന സന്തോഷം വളരെ വലുതായിരിക്കും, ഹാപ്പിനെസ് വളരെ വലുതായിരിക്കും. ഒത്തിരി പണമൊക്കെ ഫണ്ടൊക്കെ റേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരാദ്യം വരുമ്പോൾ തന്നെ ഒന്നുമില്ലാതെ വരുന്നത്. ഐ ആസ്ക് ദം, കുറച്ച് പണം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ കാണിച്ചതാ, അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ധൈര്യം വളരെ വലുതായിരിക്കും. സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഫണ്ട് റേസ് ചെയ്യുന്നു, ഈ സെയിൽസ് നടത്തുന്നു, അത് നടത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, മോട്ടിവേഷൻ, ഞാനിത് നടത്തി, ഞാൻ ഈ ഫണ്ട് റേസ് ചെയ്തു, ഇനിയും എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നെ ശരിക്കും ഗൈഡ് ചെയ്യുന്നത് അതിന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഒരു മോട്ടിവേഷൻ വീഡിയോയും ഒരു പുസ്തകങ്ങളും ഒരു വ്യക്തിയും പ്രത്യേകിച്ച് മോട്ടിവേഷൻ നൽകാറില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ തീയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള തീ ഇങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാര്യം ഞാൻ പറയാം, എലിമിനേറ്റ് ചോയ്സസ്. കുറെ ചോയ്സുമായി ജീവിക്കരുത്. എനിക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, എല്ലാം കൂടി ചെയ്താൽ ഒരിക്കലും ഹൈ അച്ചീവർ ആകുകയില്ല. ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രം, ആ പ്രോസസ്സ് മാത്രം ഫോളോ ചെയ്യും. കുറെ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോസസ്സ് എന്താണ്, റൂട്ടീൻ എന്താണ്, പ്ലാൻ എന്താണ്, അത് കൃത്യമായി ചെയ്യുക, കൺസിസ്റ്റന്റ് ആയി ചെയ്യുക, കണ്ടിന്യൂസ് ആയി ചെയ്യുക. എന്നാൽ മാത്രമേ വിജയിക്കാൻ. പല ചോയ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, അത് ചെയ്യണോ ഇത് വേണോ. ഒരു ഉൽപ്രേക്ഷാഖ്യായഗതി എന്ന് പറയുന്ന ഒരു മലയാളത്തിലൊരു ഉപമയുണ്ടല്ലോ, ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന അവസ്ഥ. അതുകൊണ്ട് തീരുമാനിക്കുക, ഞാൻ ചെയ്യുന്നത് ഇതാണ്, ഇത് മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അത് കൺസിസ്റ്റന്റ് ആയി കണ്ടിന്യൂസ് ആയി ചെയ്യുക. അപ്പോൾ ഞാൻ പറയുമ്പോൾ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ എന്ന് പറയും. സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്, എന്നാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വിൽ പവർ ആവശ്യമാണ്, എന്നാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വിൽ പവറിനെ കുറിച്ച് പറയുമ്പോൾ അത് മസിൽ പോലെയാണെന്ന് പറയും. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മസിൽ പോലെയാണെന്ന് പറയും. എത്രമാത്രം ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ശക്തി ഉണ്ടാവും. എത്രമാത്രം നാം എക്സസൈസ് ചെയ്യുന്ന അത്രമാത്രം നമുക്ക് മസിൽസ് സ്ട്രെങ്തൻ ആവും. ശരിയല്ലേ? എത്രമാത്രം പഠിക്കുന്നു അത്രമാത്രം നമുക്ക് നോളജ് ഉണ്ടാവും. എത്രമാത്രം നാം ശ്രമിക്കുന്നു അത്രമാത്രം നാം വിജയിക്കും. എത്രമാത്രം പരാജയപ്പെടുന്നു അത്രമാത്രം മുന്നോട്ട് പോകും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എംപവർമെന്റ് ഉണ്ടാകാൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാനൊക്കെ ഈ ഒരു തോട്ട് പ്രോസസ് വളരെ ആവശ്യമാണ്. വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ കണ്ടെത്തുക. പല ചോയ്സുകൾ ഉണ്ടെങ്കിൽ പല ചോയ്സുകൾ മാറ്റിവെച്ച് എൻ്റെ ചോയ്സ് ഇതാണ്, എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ വിജയം സുനിശ്ചിതമായിട്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. 5-ാമത്തെയും അല്ലെങ്കിൽ അവസാനത്തെയുമായ ഈ പുസ്തകത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതിൽ ജെഫ് ഹേഡൻ പറയുന്നത് പലരും മെന്റേഴ്സിനെ കണ്ടെത്തും, അല്ലെങ്കിൽ ലൈഫ് കോച്ചിനെ കണ്ടെത്തും, ഹാപ്പിനെസ് കോച്ചിനെ കണ്ടെത്തും, മോട്ടിവേഷണൽ കോച്ചിനെ കണ്ടെത്തും. അദ്ദേഹം പറയുന്നത് ഡോണ്ട് ഫൈൻഡ് എ കോച്ച്, ഫൈൻഡ് എ പ്രോ. നിങ്ങളൊരു മെന്ററെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഗൈഡിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾ ഒരു പ്രോ ആയിരിക്കണം, അധിപനായിരിക്കണം, അതിശക്തനായിരിക്കണം. അങ്ങനെയുള്ള ആളെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. ധാരാളം കോച്ചുകളുണ്ട്. ഇന്ന് ഓൺലൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന മെസ്സേജ് അതാണ്, നിങ്ങൾ ജോയിൻ ചെയ്യൂ, ഈ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യൂ, ഹാപ്പിനെസ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യൂ, 10x ഗ്രോത്തിൽ ജോയിൻ ചെയ്യൂ, ഹാബിറ്റ് ബിൽഡിംഗിൽ കോച്ചിൽ ജോയിൻ ചെയ്യൂ. ഞാൻ പറയുമ്പോൾ സെൽഫ് ക്രിറ്റിസിസത്തോടെയാണ് പറയുന്നത് എന്ന് തോന്നുന്നുണ്ടാകാം, യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്ന ആളോട് പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളെ ആരെയും ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം വരുത്താമെന്ന് പ്രോമിസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കുറെ പ്രോസസ്സ് പറയുന്നുണ്ട്, ഞാൻ കുറെ ഹാബിറ്റുകൾ പറയുന്നുണ്ട്. അത് ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ.
വെറുതെ ആരും വിജയിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഷോർട്ട് കട്ടിൽ വിജയിക്കാൻ സാധിക്കില്ല. പലരും പറയും സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെ പ്രായോഗിക ബുദ്ധികൾ, പ്രായോഗിക തലത്തിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രോയെ എന്തിനാണ് നാം കണ്ടെത്തേണ്ടത്? അവിടെയാണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. പ്രോയ്ക്ക് അറിയാം ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. പ്രോയ്ക്ക് അറിയാം ഏതാണ് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് എന്ന്. പ്രോയ്ക്ക് അറിയാം ഏതാണ് ബെസ്റ്റ് ഹാബിറ്റ് എന്ന്. അദ്ദേഹം പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇനി ചിലർക്ക് മെന്റേഴ്സ് ഉണ്ട്. കുറച്ചാൾ ഈ മെന്ററോട് നിൽക്കും, കുറച്ചാൾ വേറെ മെന്റർ എടുത്തു, കുറച്ചാൾ വേറെ മെന്റർ എടുത്തില്ലും, കുറെ നേരം ഈ വീഡിയോ കാണും, പിന്നെ വേറെ വീഡിയോ കാണും. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരാൾ ഇങ്ങനെ പറയുന്നു, മറ്റാൾ ഇങ്ങനെ ചെയ്യുന്നു. കാരണം ഇത് എല്ലാവരും പറയുന്ന അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. എല്ലാം പറയുന്ന ഒന്ന് തന്നെ, പക്ഷെ അതിന്റെ പെർസെപ്ഷൻസ് വേറെയാണ്. പലരുടെ അടുത്ത് പോയി നിങ്ങൾ ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ കയോട്ടിക് ആയിട്ട് മാറും, കയോസായി മാറും. ഒരു ഫോക്കസ്, ഒരു പ്രോ മെന്റർ, ഒരു പ്രോസസ്, കൺസിസ്റ്റന്റ്, കണ്ടിന്യൂസ്, റിപ്പീറ്റഡ്, ഡിസിപ്ലിൻഡ് ആക്ഷൻ. സെൽഫ് ഡിസിപ്ലിൻ, വിൽ പവർ ഇതെല്ലാം ആവശ്യമാണെന്ന് പറഞ്ഞതിന്റെ കൂടെ പ്രോ ആയിട്ടുള്ളൊരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമാണ്. അത് ഇനി അതിനെക്കുറിച്ച് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു റിസൾട്ടാണ്. മോട്ടിവേഷന്റെ ശേഷമല്ല സക്സസ് വരുന്നത്. ചെറിയ സക്സസ് ഉണ്ടാക്കും, മോട്ടിവേഷൻ ഉണ്ടാകുന്നു. ആ മോട്ടിവേഷൻ കൊണ്ട് അതിന് വലിയ സക്സസ് ഉണ്ടാക്കുന്നു. ആ സക്സസ് സന്തോഷം ഉണ്ടാകുന്നു. അതിലൂടെ കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നു. അതിലൂടെ കൂടുതൽ സക്സസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്. സോ മോട്ടിവേഷൻ ഈസ് എ റിസൾട്ട്. മോട്ടിവേഷൻ റിസൾട്ടാണ്. ഒരു കാര്യം ചെയ്യുമ്പോഴാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. 2, സക്സസ് ഈസ് നോട്ട് ഈസി. വളരെ ഈസി ആയിട്ടുള്ളതാണെങ്കിൽ അതിന് വർത്തില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു പ്രോസസ്സ് പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നു, വലിയ കാര്യം, ടു ഗുഡ് ടു ബി ട്രൂ ആയിട്ടുള്ള കാര്യം, ഇത് വളരെ ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യത. അത് യാതൊരു വാല്യൂ ഉണ്ടാകില്ല. ഒത്തിരി ആൾക്ക് പണം നഷ്ടപ്പെടുന്ന കാണുന്നില്ലേ? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിൽ കോടികൾ ഉണ്ടാക്കാം, 15% പ്രോഫിറ്റ് മാസം ഉണ്ടാക്കാം എന്ന് പറയും. പക്ഷെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ? ആ ഡേ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക്, ഇൻട്രാ ട്രേഡ് ചെയ്ത ആൾക്കാർ 95% ആൾക്കാർക്ക് നഷ്ടം മാത്രം പറ്റിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വളരെ കുറച്ച് പേർക്ക് അറിയാവുള്ളൂ. ഇൻട്രാ ട്രേഡ് ചെയ്ത, ഡേ ട്രേഡ് ചെയ്ത ആൾക്കാരിൽ 95% ആളുകളിൽ പണം പോയി. എന്നിട്ട് വിശ്വസിക്കുകയാണ് ഓക്കെ നാളെ തന്നെ പണം കിട്ടാം. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പാണല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ കോടികളുമായി ആളുകൾ മുങ്ങിയത്. ഈസി ആയിട്ട് വിജയിക്കാമെന്ന് വിചാരിക്കരുത്. ദാറ്റ്സ് എ മിത്ത്, ദാറ്റ് ഈസ് റോങ്. അതൊരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ഐഡിയ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ക്വിക്ക് റിസൾട്ട്സ് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നോ, ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്ന മുമ്പ് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മോട്ടിവേഷൻ ഈസ് എ റിസൾട്ട്. മോട്ടിവേഷന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. വേറൊരാൾ പറഞ്ഞു തന്ന്, വേറൊരാൾ സഹായിച്ച്, വേറൊരാൾ ഉന്തിത്തള്ളി വിജയിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പ്രോസസ്സ് മനസ്സിലാക്കുക, കറക്റ്റ് ഹാബിറ്റ് കണ്ടെത്തുക, കറക്റ്റ് വഴി കണ്ടെത്തുക, കറക്റ്റ് സ്ട്രാറ്റജി കണ്ടെത്തുക. അതിലൂടെ തീർച്ചയായും വിജയിക്കാനായിട്ട് സാധിക്കും. ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്താൽ, ഹാബിറ്റ് ബിൽഡ് ചെയ്താൽ, പ്രോസസ് ബിൽഡ് ചെയ്താൽ, പ്ലാൻ സെറ്റ് ചെയ്താൽ അത് തുടർച്ചയായി മുന്നോട്ട് പോകുക. അത് നമുക്ക് തരുന്ന ഹാപ്പിനെസ് വളരെ വലുതാണ്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. നാളെ റിഗ്രറ്റ് ചെയ്യേണ്ടതായി വരികയില്ല. അല്ലെങ്കിൽ പലരും വിചാരിക്കും ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്തത്, കുറെ നാൾ അത് ചെയ്തു ഇത് ചെയ്തു, അധ്വാനിച്ചു, അവിടെ പോയി ഇവിടെ പോയി. സാധിച്ചു. പുസ്തകം എന്തായാലും വായിക്കണമെന്ന് ഞാൻ നിർബന്ധമായി പറയുന്നു, ദ മോട്ടിവേഷൻ മിത്ത്. കാരണം മോട്ടിവേഷൻ മിത്താണെന്ന് പുസ്തകത്തിൽ പറയുന്നത് മാത്രമല്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പറയാത്തതിന് കാരണം പല പുസ്തകങ്ങളിലും ഞാൻ ഇത് പറഞ്ഞ കാര്യമാണ്. അത് തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബുക്ക് റിവ്യൂ ചെയ്തത്. 1-2 ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല, മോട്ടിവേഷൻ എന്ന് പറയുന്നത് മിത്താണ്. മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ പണം മുടക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ ഓടി നടക്കുന്നത്, വീഡിയോ കാണുന്നത് സമയ മനക്കെടുത്തലാണ്. നിങ്ങളുടെ ഡോപ്പമിൻ വെറുതെ റിലീസ് ചെയ്യിപ്പിക്കുന്നതാണ്, വെറുതെ നിങ്ങൾക്കൊരു ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ആക്ഷനാണ്, നമ്മൾ ചെയ്യേണ്ടത് ഹാബിറ്റാണ്, നമ്മൾ ചെയ്യേണ്ടത് എക്സിക്യൂഷനാണ്. ഐഡിയ, എക്സിക്യൂഷൻ, കൺസിസ്റ്റൻസി, സക്സസ്. ഐഡിയ, എക്സിക്യൂഷൻ മൈനസ് കൺസിസ്റ്റൻസി, കയോസ്. ഇതാ പറയുന്നത്. അപ്പൊ ഐഡിയ ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, എന്നാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. ഐഡിയ ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ വിജയിക്കില്ല. ഇതാണ് പറയുന്നത്. വിജയിക്കണമെങ്കിൽ സ്ഥിരോത്സാഹം എന്ന് പറയും, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് പറയും, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് പറയും. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ. സ്ലോ ആയിട്ട് ആയിക്കോട്ടെ, സ്റ്റഡി ആയി ചെയ്യുക, സ്റ്റഡി ആയി ചെയ്യുക.
ധാരാളം എക്സ്പെരിമെന്റ്സ് എല്ലാം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഹാബിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ഇത്രയും വായിച്ച് എനിക്കൊന്ന് 1000-ഓളം പുസ്തകങ്ങളെങ്കിലും ഞാനിപ്പോൾ വായിച്ചിട്ടുണ്ടാവും. മുഴുവനായിട്ടും ഭാഗികമായിട്ടൊക്കെ. അതിനകത്തുനിന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് പോയിന്റ്. ഞാനത് കുറെ നാളുകൾ ചിന്തിച്ച ശേഷമാണ്, പഠിച്ച ശേഷമാണ് ഹാബിറ്റ് എന്നുള്ള ഏരിയ ഞാനും തിരഞ്ഞെടുത്തത്. കറക്റ്റ് ഹാബിറ്റ് കണ്ടെത്തി സജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, ഒരാൾക്ക് ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് എത്താനുള്ള കറക്റ്റ് വഴി കണ്ടെത്തി അതെങ്ങനെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ, അത് സ്ഥിരം ചെയ്യാനുള്ള ഒരു ഉത്സാഹം അയാൾക്കുണ്ടാകണം. ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല, അത് അയാൾക്കുണ്ട്. അതൊരു മൈൻഡ് സെറ്റാണ്, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് ആ സ്ട്രാറ്റജി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. വഴി കൃത്യമായി കണ്ടെത്തിയാൽ നമുക്ക് വേഗത്തിൽ പോകാൻ സാധിക്കും. ഞങ്ങൾക്ക് പണ്ട് NCCയുടെ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ നമ്മളെ ചിലപ്പോൾ വനത്തിലൊക്കെ ആയിരിക്കാം, അവിടെ കൊണ്ടുപോയി നമ്മളെ ഇടും. ചിലപ്പോൾ ടൗണിലൊക്കെ ആയിട്ട് ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അവർ കോമ്പസും തരും, ഒരു മാപ്പും തരും, പറയും നിങ്ങൾ പൊക്കോളാൻ പറയും. ഒന്ന് ആലോചിച്ച് നോക്കുക, കോമ്പസും മാപ്പും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആരുമില്ല അവിടെ ആരും ആൾക്കാരൊന്നും സംസാരിക്കാനോ, ഉണ്ടെങ്കിൽ തന്നെ ഭാഷ നമുക്ക് വശമില്ല. അപ്പൊ നമ്മൾ ഈ മാപ്പിൽ നോക്കും, കോമ്പസിൽ നോക്കിയാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്, നല്ല വേഗത്തിൽ എത്താൻ സാധിക്കുന്നത്. സമയമൊക്കെ വെച്ചിട്ട് സമയത്തിൽ എത്തണം. ഇല്ലാന്ന് വിചാരിച്ചു നോക്കുക, നിങ്ങൾ വേറെ വഴിക്ക് പോവും, അവിടെ പോയി വീഴും, ഇവിടെ പോയി വീഴും, ചിലപ്പോൾ എല്ലാവരും തല്ലിക്കൊല്ലും. പക്ഷെ ഇതുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് ശരിയായ ദിശയിലൂടെ യാത്ര ചെയ്ത് എത്താൻ സാധിക്കും. ഈ കോമ്പസ് എന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത് ഹാബിറ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഹാബിറ്റുകളാണ് വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുക. എത്രയും നേരത്തെ, നിങ്ങൾക്ക് കുട്ടികളുള്ളവരാണ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും പറ്റിയ ലക്ഷ്യത്തെ, മേഖലയെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പലരും പറയും ഇത്ര ചെറുപ്പത്തിൽ എന്ന ലക്ഷ്യമൊക്കെ വെക്കണത് വലുതായിട്ട് പോരെ എന്ന് പറയും. പക്ഷേ ഞാൻ പറയും എത്രയും നേരത്തെ നിങ്ങൾക്ക് ലക്ഷ്യം എത്താൻ സാധിക്കും. അപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ കളക്ടറാകാൻ പഠിക്കണമെന്നല്ല, രാഷ്ട്രീയക്കാരനാകാൻ പഠിക്കണമെന്നല്ല. പക്ഷെ ഒരു മേഖലയെ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല നല്ല ഹാബിറ്റുകൾ ഇപ്പോഴേ സെറ്റ് ചെയ്താൽ തീർച്ചയായും വളരെ വേഗത്തിൽ, വളരെ എഫിഷ്യൻ്റായി, ഷുവർ ഷോട്ടായി ആ ലക്ഷ്യത്തിൽ, ടാർജറ്റിൽ എത്താൻ സാധിക്കും. എത്രമാത്രം വൈകുന്നോ അത്രമാത്രം ടാക്സിങ് ആയിരിക്കും. പല കാര്യങ്ങളും എനിക്കും ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം എന്താണ്? വേറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറേ പ്രയോറിറ്റീസ് ഉണ്ട്. അതിനിടെ ഇനി വീണ്ടും അത് ചെയ്യാൻ പറ്റുമോ? അതിന് സമയം കണ്ടെത്താൻ പറ്റുമോ? അത് സമയം കണ്ടെത്താൻ പോയാൽ ബാക്കികളെല്ലാം പ്രശ്നത്തിലാവും. ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. എസ്പെഷ്യലി നിങ്ങളൊരു ജോലിയൊക്കെ തുടങ്ങുന്ന ആളാണ്, ഫ്രഷർ ആയിട്ടുള്ള ആളാണെങ്കിൽ, അതായത് നിങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാ വിധത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ മെസ്സേജൊക്കെ അയക്കും, ഇടയ്ക്ക് വിളിക്കും, സാറേ കുറേ കാര്യങ്ങൾ ചെയ്തു, ഒന്നും വിജയിക്കുന്നില്ല, ഞാൻ ജീവിതം തകർന്നിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ 0-ത്തിലാണെങ്കിലും ഏറ്റവും താഴത്തെ രീതിയിലാണെങ്കിലും പണിത് തുടങ്ങിയാൽ, ഈ സ്ട്രാറ്റജികൾ പണിത് തുടങ്ങിയാൽ തീർച്ചയായും വിജയിക്കും. കാത്തിരിക്കുക, വിജയം സുനിശ്ചിതമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്, നമുക്കത് സാധിക്കും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.